Hi all, let me introduce a few simple programs of 8051 using assembly language programming in this video. അപ്പോൾ ഞാനിവിടെ തുടങ്ങാൻ പോകുന്ന program 8-bit multiplication ആണ്. But the question is write a program to multiply two 8-bit numbers 12h and 0ah and store the result in external memory 4300h അല്ലേ? അതായത് 12h എന്ന് പറഞ്ഞ ഒരു നമ്പർ തന്നിട്ടുണ്ട്, 0ah എന്ന് പറഞ്ഞ ഒരു നമ്പറും തന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത റിസൾട്ട് നമ്മൾ എക്സ്റ്റേണൽ മെമ്മറി ആയ 4300h എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യണം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം തന്നെ നമ്മുടെ പ്രോഗ്രാം ലൊക്കേഷൻ ഇനിഷ്യലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്, org 4000h. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 4200 മതിയെങ്കിൽ 4200h എന്ന് കൊടുക്കാം, ഡിപ്പെൻഡിങ് ഓൺ അവർ ചോയ്സ്. നമുക്ക് 4000h കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇസ് മൂവ് DPTR #4300h. അതായത് ഇനി ചെയ്യേണ്ടത് നമ്മുടെ എവിടെ റിസൾട്ട് സ്റ്റോർ ചെയ്യേണ്ട ആ ഒരു എക്സ്റ്റേണൽ മെമ്മറി ലൊക്കേഷൻ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യണം. ഇനിഷ്യലൈസ് ഇൻ ദ ഡാറ്റ പോയിന്റർ. അപ്പോൾ ഡാറ്റ പോയിന്ററിൽ ആ ഒരു ലൊക്കേഷൻ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താ, മൂവ് a, #0ah. അതായത് 0a എന്ന് പറയുന്ന ആദ്യത്തെ നമ്പർ നമ്മൾ എ രജിസ്റ്റർ അല്ലെങ്കിൽ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്തു. ഇനി മൂവ് b, #12h. അതായത് 12h എന്ന് പറഞ്ഞ ഈ ഒരു നമ്പറിനെ നമ്മൾ ബി രജിസ്റ്ററിലേക്കും ലോഡ് ചെയ്തു. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 8051 ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്താണ്, MUL മൾ AB. അപ്പം മൾ AB കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഈ രണ്ട് നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്യും, അതിൻ്റെ റിസൾട്ട് അക്യുമുലേറ്ററിൽ തന്നെ സ്റ്റോർ ആവും. ഓക്കെ, റിസൾട്ടിൻ്റെ result will be stored in the accumulator. Okay, ഇനി ഈ അക്യുമുലേറ്ററിലുള്ള ഈ ഡാറ്റേനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് 4300 എന്ന് പറഞ്ഞാൽ ഒരു ലൊക്കേഷനിലേക്ക് കൊടുക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൂവ് എക്സ് അറ്റ് DPTR, a എന്ന് പറഞ്ഞ ഈ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അക്യുമുലേറ്ററിൽ ഇപ്പോൾ ഉള്ള കണ്ടന്റിനെ നമ്മൾ DPTR പോയിന്റ് ചെയ്യുന്ന ആ അഡ്രസ്സിലേക്ക് ലോഡ് ചെയ്തു. ആൻഡ് ദെൻ വി stop the execution here. അപ്പോൾ ഇവിടെയുള്ള റിസൾട്ട് എന്തായിരിക്കും, അപ്പോൾ നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അറിയാം what will be the result in this case. Okay, we have two numbers 12h and 0a അല്ലേ? 0a എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് ആണുള്ളത്, 0ah അല്ലേ? ഹെക്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന h ഉണ്ട് അല്ലേ? സോ വാട്ട് വിൽ ബി ദ ആൻസർ ഫോർ ദിസ് മൾട്ടിപ്ലിക്കേഷൻ? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം 2 ഇൻറ്റു എ. വാട്ട് ഈസ് 2 ഇൻറ്റു എ? 2 ഇൻറ്റു എ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതേണ്ടത്, ഇറ്റ് ഇസ് ആക്ച്വലി 20 അല്ലേ? 20. കാരണം എ എന്താ, എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇറ്റ് ഈസ് 10. അപ്പോൾ 2 ഇൻറ്റു എ 20 ആണ്. 20നെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? വി ക്യാൻ റെപ്രസെൻ്റ് ഇറ്റ് ഇൻ ഹെക്സാഡെസിമൽ 16. 20നെ നമ്മൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് 1 ടൈം യു ക്യാൻ ഡിവൈഡ് ഇറ്റ് and you get a remainder 4, right? അപ്പോൾ നമുക്ക് 14 എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഹെക്സാഡെസിമൽ റെപ്രസെൻറ്റേഷൻ ചെയ്യേണ്ടത്, 1 4. സോ നമുക്ക് ഈ 4 എന്ന് പറയുന്ന ഈ വാല്യൂ 14 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ. സോ 14ൽ 4 മാത്രം നമുക്ക് ഇവിടെ എഴുതാം, ആൻഡ് 1 വിൽ ബി മോർ ലൈക്ക് എ ക്യാരി. അപ്പോൾ നമുക്കിവിടെ a into 1, ഇനി അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. a into 1, what is the result? a itself അല്ലേ? a into 1 is a itself പ്ലസ് a ക്യാരിയും കൂടി ഉണ്ട്, അപ്പം a plus 1. അപ്പോൾ അതെന്തായിരിക്കും, a എന്ന് പറയുന്നത് 10 ആണെന്ന് നമുക്കറിയാലോ, a is equal to 10 അല്ലേ? a 10 ആണ്, അപ്പോൾ b എന്തായിരിക്കും, 10 plus 1, ഇവിടെ 10 plus 1 കൊടുക്കണം, അപ്പോൾ 10 plus 1 is actually b. ഇവിടെയുള്ള ആൻസർ എന്താ, b. Now ഇവിടെ ഉള്ളത് 0 ആണ്, അപ്പോൾ 0 into 2 is always 0
and again here also it will be 0. So what is the answer here? The answer will be V4H. Okay. അപ്പോൾ V4H എന്ന് പറഞ്ഞാൽ ഈ ഒരു റിസൾട്ടാണ് നമ്മുടെ അക്യുമുലേറ്ററിൽ വന്ന് സ്റ്റോർ ആവുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മുടെ അക്യുമുലേറ്ററിൽ ലോഡായിരിക്കുന്ന അല്ലെങ്കിൽ അക്യുമുലേറ്ററിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്തായിരിക്കും? The result will be V4H. Okay. So that is about multiplication of 8051. Now let us go to our next and then we stop the execution with this. Now let us go to our next program. Now we have our next program of 8051 in assembly language programming. The question is, write a program to multiply two 8-bit numbers 25H and 65H and store the result in registers R0 and R1. അപ്പോൾ നേരത്തെ തന്ന ആ ഒരു പ്രോഗ്രാമിനെക്കാട്ടിലും കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രാമാണിത്. in which you simply have the registers R0 and R1 given as such. അപ്പോൾ നമുക്ക് ഇതിൽ പ്രോഗ്രാം ചെയ്തേക്കുന്നത് കാണാം. Move a comma has 25H. So what happens? ഈ 25H എന്ന് പറയുന്ന ഡാറ്റ will be taken as such to A എന്ന് പറഞ്ഞ അക്യുമുലേറ്ററിലേക്ക് കൊണ്ടുപോയി ലോഡ് ചെയ്തു. And 65H is loaded into the B register. And next we execute using multiplication. I mean mul AB. We perform the multiplication and you get the result in registers A and B. Like we have the A register with the lower byte and the B register will have the higher byte of the content of the result. അപ്പം A യിലുള്ള lower byte can be loaded into register R0 and higher byte in B register can be loaded into R1 register. And now we can see how we perform this multiplication process. We have 25H into 65H, right? So how do you perform this multiplication? 25 into 65 in hexadecimal arithmetic, right? So 25 into 65 will be, right? But 5 into 5. So what is it? 5 into 5 is 25, right? ഈ 25നെ നമുക്ക് അങ്ങനെ തന്നെ എഴുതാൻ പറ്റത്തില്ല. What you have to do is you make it into hexadecimal value by dividing it with 16. So 16 വെച്ച് divide ചെയ്യുമ്പോൾ you can get it one time. And what will be the remainder? Remainder will be 25 minus 16, that is 9, right? So hexadecimal equivalent എന്തായിരിക്കും ഇതിൻ്റെ? It is 1 9. നമ്മൾ ഈ ഒരു ഓർഡറിൽ എടുക്കുന്നത് അല്ലേ? അപ്പോൾ 1 9 ആണ്. അപ്പോൾ 9 നമുക്ക് ഇവിടെ തന്നെ എഴുതാം. And 1 will be added to the carry. അപ്പോൾ 5 into 2 is 10, right? 10 is actually what? A plus 1. 10 plus 1 is 11. That can be written as B, right? Now what is 6 into 5? 6 into 5, this one. 6 into 5 is 30. You again have to do this hexadecimal conversion. 30 divided by 16. So what do you get? 16 divide just one time and you get it as 14. The remainder is 14, right? The remainder is 14. അപ്പോൾ 14 എന്ന് പറഞ്ഞാൽ 14ന്റെ ഇക്വലന്റ് എന്താണ്? 14 is actually E അല്ലേ? അപ്പോൾ ഇതിന്റെ റിസൾട്ട് എന്താ? 114, that is 1 E ആണ് ഇവിടെ കിട്ടുന്നത് അല്ലേ? The result is 1 E. So 1 E cannot be written as such. You have to write E here and 1 can be written as the carry again. So 1 carry on. So 6 into 2 is 12. 12 plus 1 is 13. What is the 13 equivalent to 13 in hexadecimal? That is 10 is A, 11 is B, 12 is C and 13 is D, right? So what do you have to write here? D. അതുകൊണ്ട് കഴിഞ്ഞോ? ഇല്ല. Again you have to add it. ഇവിടെ എന്തായിരിക്കും? We have
ഇതിൻ്റെ റിസൾട്ട് you have it as 9. And what is b plus e? b എന്ന് പറഞ്ഞാൽ it is 11 and e is 14. So together it forms as 25. Again you have to do the same process. So what happens here? It is 1 9 അല്ലേ? അപ്പോൾ 9 നമുക്ക് ഇവിടെ എഴുതാം. 25നെ നമുക്ക് 1 9 എന്ന് വീണ്ടും എഴുതി. And 1 can be added to the carry. But d plus 1 is actually 13 plus 1 14, which is actually e. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണ്? You can see കഴിഞ്ഞ ആ പ്രോഗ്രാമിനെ അപേക്ഷിച്ച് what is the difference? You get a result as E99H. അപ്പോൾ നേരത്തെ we had only one byte and here we have actually 2 bytes. അപ്പോൾ higher byte നമ്മൾ എവിടെ lower byte നമ്മൾ that is 99 is the lower byte which should be stored in the accumulator and higher byte is 0e which is stored in the B register. That is what is being performed here. ഇവിടെ accumulator R0 എന്ന് പറഞ്ഞപ്പോൾ accumulatorലെ കണ്ടന്റ് നമ്മൾ R0യിലേക്ക് കൊടുത്തു അല്ലേ? അപ്പോൾ R0യിലെ റിസൾട്ടിൽ എന്തായിരിക്കും വരിക? The result is like the result will be like R0 will have the accumulator content which is actually 99H അല്ലേ? 99H. And what will be the content of R1? R1 will have the higher order byte അല്ലേ? B registerലുള്ള content ആണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് which is actually 0E H. Right? ഇങ്ങനെയായിരിക്കും ഈ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ. Now let's go to our next program, that is 8-bit division. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ 2 പ്രോഗ്രാംസ് കണ്ടു. ഇനി 8-bit division നോക്കാം. അപ്പോൾ write a program to divide two 8-bit numbers 2AH and 0ZH and store the quotient in 4500H and remainder in 4501H of the external memory. Okay. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഇനീഷ്യലൈസ് ദ പ്രോഗ്രാം ലൊക്കേഷൻ. നമ്മുടെ ഒരു അഡ്രസ്സിൽ ഇനീഷ്യലൈസ് ചെയ്തു. ഇനി ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിസൾട്ട് സ്റ്റോർ ചെയ്യേണ്ട ആ ഒരു വാല്യൂ ആ ഒരു അഡ്രസ് ഷുഡ് ബി ഇനീഷ്യലൈസ്ഡ് ഇൻ ദ ഡാറ്റ പോയിന്റർ. അപ്പോൾ ഡാറ്റ പോയിന്റർ ആകുമ്പോൾ 4500 4501 അങ്ങനെ ഉള്ള നമ്പേഴ്സ് 4 നമ്പേഴ്സ് ഉള്ള അഡ്രസ്സ് വരുമ്പോൾ യു ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ഡാറ്റ പോയിന്റർ. അപ്പോൾ നമുക്ക് ഡാറ്റ പോയിന്ററിൽ ഈ ഡാറ്റ നമുക്ക് ഈ അഡ്രസ്സ് നമുക്ക് ഇനീഷ്യലൈസ് ചെയ്ത് വെക്കാം. നൗ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ആദ്യത്തെ നമ്പർ 2AH ആണ്, അത് നമ്മൾ എയിലേക്ക് ലോഡ് ചെയ്തു. ആൻഡ് ദ സെക്കൻഡ് നമ്പർ ഇസ് 0CH ദാറ്റ് ക്യാൻ ബി ലോഡഡ് ടു ബി. ക്ലിയർ? സോ ദിസ് ഇസ് ഹൗ യു ഹാവ് ദിസ് പ്രോഗ്രാം. അപ്പോൾ 0C ഈസ് ലോഡഡ് ഇൻ ടു ദ ബി രജിസ്റ്റർ. ഇനി നമ്മൾ ഡിവിഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പോവാണ്. For that what do we use? We have the instruction div AB. അപ്പോൾ ഈ div AB എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ what happens? നമ്മൾ അതിൻ്റെ quotient whatever is the quotient that will be loaded into the A register and whatever is the remainder will be loaded into the B register. അപ്പോൾ അത് ആ ഒരു മൈക്രോ കൺട്രോളറിൻ്റെ ഒരു ഡിവിഷൻ പെർഫോമൻസ് അങ്ങനെയായിരിക്കും. ലൈക്ക് അതിൻ്റെ റിസൾട്ട് quotient എയിലും അക്യുമുലേറ്ററിലായിരിക്കും. ഈ ഒരു ഓപ്പറേഷൻ കഴിയുമ്പോൾ അതിൻ്റെ റിമൈൻഡർ ബിയിലും വരും. അപ്പോൾ അക്യുമുലേറ്ററിലെ കണ്ടന്റ്, അതായത് ക്വോഷ്യന്റ് നമുക്ക് എവിടെ സ്റ്റോർ ചെയ്യണം എന്ന് പറഞ്ഞാൽ 4500 എന്ന് പറഞ്ഞാൽ 4500H എന്ന് പറഞ്ഞ ആ ലൊക്കേഷനിൽ. അത് ഇപ്പോൾ DPTR ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് 4500Hലേക്കല്ലേ. അപ്പോൾ ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മുടെ അക്യുമുലേറ്ററിലെ കണ്ടന്റ് കൊണ്ടുപോയി ലോഡ് ചെയ്ത് വെച്ചു. ദാറ്റ് ഇസ് എ ക്വോഷ്യന്റ്. ഇനി നമുക്ക് റിമൈൻഡർ എവിടെ വെക്കണം? 4501 എന്ന് പറഞ്ഞ ആ ലൊക്കേഷനിലേക്ക് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ DPTR ഇൻക്രിമെൻറ്റ് ചെയ്തു അല്ലേ? DPTRൽ ഇപ്പോൾ 4501 ആണ്, അത് 4500 ആണ്, അതിനെ 4501 ആക്കണം അല്ലേ? ഇൻക്രിമെൻറ്റ് ഇറ്റ് ടു 4501H. റൈറ്റ്? നൗ വാട്ട് യു ഹാവ് ടു ഡു ഇസ് അഗെയിൻ ലോഡ് ദ കണ്ടന്റ്, ദാറ്റ് ഇസ് ബി രജിസ്റ്ററിൽ ഉള്ളത് റിമൈൻഡർ ആണ്. ആ ഒരു കണ്ടന്റിനെ നമ്മൾ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്തു. എന്നിട്ട് അക്യുമുലേറ്ററിലെ കണ്ടന്റിനെ നമ്മൾ
ഡാറ്റ പോയിന്റർ പോയിന്റ് ചെയ്യുന്നിടത്ത് ആ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയി സ്റ്റോർ ചെയ്തു. ആൻഡ് ദാറ്റ് ഇസ് ഹൗ വി ഫിനിഷ് ദ എക്സിക്യൂഷൻ ഓഫ് ദിസ് പ്രോഗ്രാം. ഇപ്പോൾ നോർമലി ഡിവിഷൻ ഓപ്പറേഷനിൽ ഇപ്പോൾ 2a/0ch എന്ന് പറഞ്ഞ ഈ ഒരു ഡിവിഷൻ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ യു ഗെറ്റ് ദ റിസൾട്ട് ലൈക്ക് ദിസ്, വിച്ച് വിൽ ബി സ്റ്റോർഡ് ഇൻ accumulator and eventually to 4500h. Similarly, remainder എവിടെ സ്റ്റോർ ചെയ്യുന്നത് ബി രജിസ്റ്ററിലാണ് ആദ്യം കിട്ടുക, and that will be eventually stored in 4501 using this program. So that's all about 8-bit division. Now let us see. Now let us perform the ones complement of a number in 8051 using a assembly language programming. So ones complement of a number എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ അത്? That is simply നമ്മൾ അതിൻ്റെ ഒരു കോംപ്ലിമെന്റ് ഓഫ് ദാറ്റ് നമ്പർ എടുക്കുക അല്ലേ. ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? വി ഹാവ് 21 എന്ന് പറഞ്ഞ ഒരു നമ്പറാണ് ഇവിടെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത്. 21 നമുക്ക് എങ്ങനെ എഴുതാം? 1 ക്യാൻ ബി റിട്ടൺ ആസ് 0001, അങ്ങനെയല്ലേ ഹെക്സാഡെസിമൽ നമ്പറിങ് എഴുതുന്നത്. ആൻഡ് 2 ക്യാൻ ബി റിട്ടൺ ആസ് 0010 അല്ലേ, ഇങ്ങനെയല്ലേ. Now what you have to do is complement that number. Complement. അപ്പം ആദ്യത്തെ ഇൻസ്ട്രക്ഷനിൽ ചെയ്തത് 21h എന്ന് പറഞ്ഞ ഈ ഒരു വാല്യൂവിനെ നമ്മൾ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇസ് കോംപ്ലിമെന്റ് എ. കോംപ്ലിമെന്റ് എ എന്ന് പറഞ്ഞാൽ ഈ നമ്പറിനെ മൊത്തത്തിൽ കോംപ്ലിമെന്റ് ചെയ്യുക. അപ്പോൾ 0 ഉള്ളിടത്ത് കോംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വൺസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 0 ഉള്ളിടത്ത് 1 ആവുക, 1 ഉള്ളിടത്ത് 0 ആവുക. അപ്പോൾ ഇവിടെ 0 1 ആയി, ഇവിടെ 1 0 ആയി, ഇവിടെ 1 0 1 ആയി, again 1 1 1 0. ഇതാണ് വൺസ് കോംപ്ലിമെന്റ് ഓഫ് ദ നമ്പർ. അപ്പോൾ ഈ നമ്പർ എന്താണ് ആക്ച്വലി വൺസ് കോംപ്ലിമെന്റ് എടുത്തു കഴിയുമ്പോൾ ഉള്ള നമ്പർ ഏതായത്? 1101. സോ വാട്ട് ഈസ് ഇറ്റ്? ആൻഡ് ദിസ് ഇസ് 1110. അപ്പോൾ 1110 എന്താണ്? ദാറ്റ് ഇസ് ആക്ച്വലി ഇ അല്ലേ, ഇ ആണ് ഹെക്സാഡെസിമൽ നമ്പറിങ്ങിൽ. And what is 1101? 1010 is A, 1011 is B, 1100 is C, and 1101 is D. So what is the result? DEH. DE in hexadecimal. അപ്പോൾ DE എന്ന് പറഞ്ഞ ഈ വാല്യൂ എവിടെ സ്റ്റോർ ആവുന്നുണ്ട്? അക്യുമുലേറ്ററിന് നേരെ R0 എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. സോ R0യിൽ വാട്ട് വിൽ ബി ദ റിസൾട്ട് ഇൻ R0 ആഫ്റ്റർ ദിസ് പ്രോഗ്രാം? ഈ ഒരു സബ് റൂട്ടീൻ കഴിയുമ്പോൾ R0യുടെ റിസൾട്ട്, R0യിൽ എന്താ ഉണ്ടാവുക? DEH. Clear? This is how you do the ones complement of a number. ഇപ്പോൾ 0AH ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. That is written as 0 here and A here. 1010 is given as A. And here you have 56H. 56H can be written as 5. 0101 is actually 5 and 6 is written as 0110. അപ്പോൾ ഇതിൻ്റെ ആൻഡ് ഓപ്പറേഷൻ നമ്മൾ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0 and 0, that is 0. 1 and 1 is 1. 0 and 1 is 0. 1 and 0 is 0 and this process goes on. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും ഫൈനലി? This is again 0 and lower byte is 2. അപ്പോൾ 02 ആണ് ആൻസർ, which will be loaded into the register R1. Okay, so that is the result of this AND operation. Now let us see the next program, that is write an assembly language program to find the 2's complement of an 8-bit number. 2's complement കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ 1's complement കണ്ടുപിടിക്കുക നമ്പറിൻ്റെ, and then add 1 to it, right? So how can you write this program? I mean, you have what? നമുക്കിവിടെ move a, #1bh, അതായത് 1bh എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഈ hexadecimal number is loaded into A. Then you take the complement of that content in A. അതിനെ 1 കൊണ്ട് ആഡ് ചെയ്യുക. ദാറ്റ് ഇസ് ഇൻക്രിമെൻറ്റ് എ. എയിലുള്ള കണ്ടന്റ് ഇൻക്രിമെൻറ്റ് ചെയ്യുക. എയിലപ്പോൾ കോംപ്ലിമെൻ്റ് ആയിരിക്കും കിടക്കുക, അതിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് യു ഗെറ്റ് ദ 2's complement of that number as a result in accumulator. ആ അക്യുമുലേറ്ററിലെ കണ്ടന്റ് പിന്നെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റും? രജിസ്റ്ററിലേക്ക്. ആ രജിസ്റ്റർ R0യിൽ സ്റ്റോർ ചെയ്തു. So this is the process of 2's complement. You can see how you can make 1bh, 2's complement of 1bh. Okay, അപ്പോൾ 1bh നെ നമ്മൾക്ക് എങ്ങനെ എഴുതണം?
you can write B as 1 0 1 1, right? And 1 can be written as 0 0 0 1. Okay. Now the ones complement of this number can be written as ones complement എന്ന് പറഞ്ഞാൽ സീറോയുടെ അവിടെയൊക്കെ 1 കൊടുക്കുക, 1ന്റെ അവിടെയൊക്കെ 0 കൊടുക്കുക, right? So what will be the ones complement of this number? This ones complement can be written as 1 1 1 0. Here it is 0 1 0 0. ഇനി ചൂസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ ഇതിന്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? ഒരു 1 കൂടി ആഡ് ചെയ്യണം അല്ലേ? Then only you get the twos complement of 1b. So what is it? 1 0 1 0 0 1 1 1. So what is the result? You have E5 as the answer. The answer is E5. Twos complement of 1b is E5, which will be loaded into the accumulator. Clear? So that is all about these simple programs in 8051. P5 വെച്ചെന്ന് പറഞ്ഞാൽ ആ ഒരു വാല്യൂ ആണ് നമ്മുടെ R0യിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. So that's all about different programs, simple programs in 8051. Thank you all.